ബാബുമൂപ്പന്റെ വീടാണ് ഈ കാണുന്നത്. എറണാകുളത്ത് തോരാത്ത മഴയായിരുന്നു ഇന്നലെ. പക്ഷെ ഒരു 3 മണി വരെയും കാര്യമായിട്ടുള്ള വെള്ളപ്പൊക്കമൊന്നും കണ്ടില്ല. 3 മണിക്ക് ശേഷം എറണാകുളത്ത് കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ബാക്കിലെ സ്റ്റേഡിയം ലിങ്ക് റോഡാണ് ഈ കാണുന്നത്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വഴിയിൽ ഈ കാണുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത്. അസാധ്യ വെള്ളപ്പൊക്കമാണ്. ഇതിൽ ഇനി വെള്ളപ്പൊക്കം വരുന്നേ ഉള്ളൂ. മഴ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും കാലമായിട്ടും ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ വെള്ളപ്പൊക്കത്തിന് മാത്രം ഒരു പരിധി ഉണ്ടായിട്ടില്ല. അതിന് ഒരു പരിഹാരം കാണാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല, അധികാരികൾക്കും പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ബാബുമൂപ്പന്റെ ഒക്കെ വീടിന്റെ ആ പരിസരമാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയിപ്പോ ഇത് ആ ഭാഗം തന്നെയാണ്, കണ്ടില്ലേ? ബാബുമൂപ്പന്റെ വീടാണ് ഈ കാണുന്നത്. ആ പരിസരമൊക്കെയാണ് ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും നല്ല വെള്ളപ്പൊക്കം വരും, കാരണം നല്ല മഴയുണ്ട്. ഇതാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വണ്ടികൾ, ഓട്ടോറിക്ഷക്കാർ, കാറുകാർ, സ്കൂട്ടറുകാർ ഇതൊക്കെ പോകുന്നത് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്താണ് നമ്മളുള്ളത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എറണാകുളം GCDA വാക്ക് വേ ആ പരിസരത്ത് നല്ല ടൂറിസ്റ്റ് ബോട്ടുകൾ ഇഷ്ടംപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഒറ്റ ബോട്ട് പോലും ഇവിടെ ഇന്ന് കായലിൽ ഇറക്കിയിട്ടില്ല. വാട്ടർ മെട്രോ മാത്രമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണുള്ളൂ. കാരണം നല്ല മഴയുണ്ട്, അലർട്ടും ഉണ്ടല്ലോ. എന്തോരം ബോട്ടുകളാണല്ലേ ഇത്! ദിവസവും എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ നാട്ടിൽ വരുമാനമായിട്ട് കൊണ്ടുവരുന്നത്. ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ഒരു കുറവുമില്ല കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ. ഇന്നിപ്പോൾ ടൂറിസ്റ്റുകളെന്ന് പറയാനായിട്ട് ആരുമില്ല. ഈ GCDയുടെ ഈ വാക്ക് വേയും മറൈൻ ഡ്രൈവും ഒക്കെ കാലിയാണ്. പരമാവധി വളരെ കുറച്ച് ആളുകളെ യാത്ര ഒഴിവാക്കാൻ പറ്റുന്നവരെല്ലാവരും യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഈ മഴയുടെ വിശേഷം നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും മഴയെ സൂക്ഷിക്കുക. പല സ്ഥലത്തും മരങ്ങളും ലൈൻ കമ്പികളും ഒക്കെ പൊട്ടി വീണിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട്.